സംസാരിച്ചു പോകുന്ന ഒരു ഭാഗത്ത് വിചാരധാരയിൽ അവർ പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വത്വബോധമോ നമുക്ക് സ്വന്തമായതോ ഒന്നുമില്ല എന്ന വിചാരധാരയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വിചാരധാര ഈ നിമിഷം വരെ RSSകാരും BJPക്കാരും തള്ളി പറഞ്ഞിട്ടുമില്ല. ഈയിടയ്ക്ക് ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ക്രിസ്മസിനാന്ന് തോന്നുന്നു കേരളത്തിൽ K. സുരേന്ദ്രനും സംഘവും ചേർന്ന് ഒരു പരിപാടി ആവിഷ്കരിച്ചു. അതായത് വൈനും കേക്കുമായിട്ട് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്ന ഒരു പരിപാടി സുരേന്ദ്രൻ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് തിരിച്ച് പൊതുസമൂഹത്തിൽ നിന്ന് അവരോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ സ്നേഹം പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യത്തിൽ വ്യക്തത വരുത്തണം. പ്രധാനപ്പെട്ട വ്യക്തത എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച വിചാരധാര എന്ന് പറയുന്ന ഗുരുജി ഗോൾവാർക്കർ എഴുതിയ അവരുടെ അടിസ്ഥാന പുസ്തകം. അതിന്റെ ബേസിലാണ് അവർ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അതിൽ വളരെ വ്യക്തമായി പറയുന്നു, കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കപ്പെടേണ്ടതാണ്, അവരെ ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണ്, മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണ്, അവർ രാജ്യത്തിന് ആപത്താണ്, ക്രിസ്ത്യാനികളെ ഈ രാജ്യത്ത് ആട്ടി ഓടിക്കേണ്ടതാണ് എന്നവർ പറഞ്ഞു വെക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകൾ ഇപ്പോഴും പേറുന്ന, അത്തരം ചിന്തകൾ ഇപ്പോഴും മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടു നടക്കുന്ന RSSകാരും സംഘപരിവാറുകാരും BJPക്കാരും എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ സമുദായത്തോട് ഐക്യപ്പെടാൻ സാധിക്കുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം ആ അവസരത്തിൽ ഉയർന്നു വന്നിരുന്നു. അപ്പൊ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അത് കേരളത്തിൽ ഇല്ല. കേരളത്തിൽ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളുമായി സ്നേഹമാണ്. ഉത്തരേന്ത്യയിലെ പരിപാടി നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു അല്ലെ. തെലുങ്കാനയിൽ കുറച്ചു പേര് കയറി ജയ് ശ്രീറാം എന്ന് വിളിച്ചു. ഞാൻ അതിലേക്ക് വരാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ പറഞ്ഞ വിചാരധാരയിൽ പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെ അവർ ന്യായീകരിച്ചത്, ഞങ്ങൾ ആഭ്യന്തര കലഹം ഉണ്ടാക്കുന്ന, അതായത് ഇന്ത്യയിൽ ആഭ്യന്തര കലഹം ഉണ്ടാക്കുന്ന ക്രിസ്ത്യാനികളെയും അല്ലെങ്കിൽ മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എതിർക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും എതിർക്കണം എന്നല്ല ഞങ്ങൾ പറഞ്ഞതെന്നാണ് മറ്റൊരു ന്യായീകരണം. അപ്പൊ തിരിച്ചൊരു ചോദ്യം തിരിച്ച് വീണ്ടും ചോദിച്ചു, ഈ ആഭ്യന്തര കലഹം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഇവര് പറയുന്നതല്ലേ ആഭ്യന്തര കലഹം. ഇപ്പൊ മണിപ്പൂരിൽ ഇവരാണ് പറയുന്നത് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, തമ്മിൽ കൊല്ലുകയും തമ്മിലടിക്കുകയും തീ കത്തിക്കുകയും വീട് കത്തിക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കുട്ടികളെ അനാഥമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ ഇവർ പറയും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ളതാണെന്ന് പറയും. നോർത്ത് ഇന്ത്യയിലൊക്കെ അപ്പൊ ഇവര് നാളെ പറയുകയാണ് ഇവർ ആഭ്യന്തര കലഹത്തിൽപ്പെട്ടവരാണ്, ഇവർ ആഭ്യന്തര കലഹത്തിന് മുൻകൈ എടുക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വീണ്ടും ഉപദ്രവിച്ചാൽ നമ്മൾ അതെങ്ങനെ പ്രൂവ് ചെയ്യും? കോടതിയൊക്കെ നമുക്കിപ്പോ കാണുന്ന വലിയ കോമഡി ആയിട്ടല്ലേ, കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിചാരധാരയിൽ വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട് ഇത്തരം കാര്യം. അതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർ പറഞ്ഞു വെക്കുന്നതും എഴുതി വെക്കുന്നതും ഇങ്ങനെയാണ്, പ്രധാനപ്പെട്ട RSSന്റെ പ്രാർത്ഥനയും പ്രതിജ്ഞയും ഉണ്ട്. വിചാരധാരയും ബന്ധപ്പെട്ട് അവർ പറഞ്ഞു വെക്കുന്ന പ്രാർത്ഥനയും പ്രതിജ്ഞയും. അത് ഏറ്റവും പ്രാർത്ഥനയിൽ ഏറ്റവും ഭംഗിയായി അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അല്ലയോ ഹൈന്ദവ വാത്സല്യ മാതൃഭൂമി, അല്ലയോ ഹൈന്ദവ വാത്സല്യ മാതൃഭൂമി, നിന്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞത്, ഈ പുണ്യഭൂമിയിൽ ജനിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്ന എന്റെ സർവവും ഞാൻ നിന്നിൽ സമർപ്പിക്കുന്നു. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിനും നിനക്ക് വേണ്ടി പോരാടുന്നതിനും ഞാൻ എന്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്നു എന്ന പ്രതിജ്ഞയും പ്രാർത്ഥനയുമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ചോദിക്കുന്നത്, ഇന്ത്യയുടെ ഭരണഘടനയിൽ 51A എന്ന് പറയുന്ന അനുച്ഛേദത്തിൽ വളരെ വ്യക്തമായി പറയുന്ന മനോഹരമായ ഒരു കാര്യം, എല്ലാ മനുഷ്യരെയും, അത് ക്രിസ്ത്യാനികളാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, സിഖുകാരനാകട്ടെ, ജൈനനാവട്ടെ, പാഴ്സിയാവട്ടെ, എല്ലാ മനുഷ്യരെയും ഒത്തൊരുമിപ്പിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയും. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റും ഡ്യൂട്ടീസും ഉണ്ട്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും എന്ന് പറയും, ഉത്തരവാദിത്വം എന്ന് പറയും. അതിൽ പ്രധാനപ്പെട്ടത് എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന, ഒരുമിച്ച് സ്വീകരിക്കാൻ കഴിയുന്ന സമ്മിശ്രമായ സംസ്കാരത്തിന്റെ സമ്പത്താണ് ഇന്ത്യ എന്ന് ഭരണഘടന പറയുമ്പോൾ, സമ്പത്താണ് ഇന്ത്യ എന്ന് ഭരണഘടന പറയുമ്പോൾ, ഇവരുടെ പ്രാർത്ഥനയും പ്രതിജ്ഞയും വ്യക്തമായി പറയുന്നു, അല്ലയോ വാത്സല്യ മാതൃഭൂമി, ഹിന്ദുവായി മാത്രം ജനിക്കാൻ കഴിഞ്ഞ എന്നെ നിന്റെ മകനായി സ്വീകരിച്ച് നിനക്ക് വേണ്ടി പോരാടാൻ, യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നു എന്ന് പറയുന്ന വലിയ കോൺട്രഡിക്ഷൻ അവിടെയുണ്ട്. ഭരണഘടനയെ സ്നേഹിച്ചുകൊണ്ട് ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട്
ഭരണഘടന മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഒരിക്കലും RSSകാരനും സംഘപരിവാറുകാരനും BJPക്കാരനും മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് സത്യമായ വസ്തുതയാണ്. ഇവിടെ ഈ സമരം ചെയ്യുമ്പോൾ നമ്മൾ ചിലർ വിചാരിക്കും ആം ആദ്മി പാർട്ടിയുടെ നേതാവായ കേജ്രിവാളിനെ പിടിച്ച് ജയിലിട്ടത് കൊണ്ട് ആം ആദ്മിക്കാർ തൊപ്പി വെച്ചിറങ്ങിയതാണ്. അങ്ങനെയല്ല. അത് ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നു. കേജ്രിവാളിനെ പിടിച്ച് ജയിലിട്ടത് കൊണ്ടോ, സഞ്ജയ് സിംഗിനെ ജയിലിട്ടത് കൊണ്ടോ, മനീഷ് സിസോദിയെ ജയിലിട്ടത് കൊണ്ടോ, സത്യേന്ദ്ര ജയിനെ ജയിലിട്ടത് കൊണ്ടോ, ആം ആദ്മി പാർട്ടിയെ നിരന്തരമായി എൻഫോഴ്സ്മെന്റ് ടീമിനെ ഉപയോഗിച്ച് വേട്ടയാടുന്നത് കൊണ്ടോ ആം ആദ്മി രംഗത്തിറങ്ങിയതും നിരത്തിലിറങ്ങിയതും അല്ല. മറിച്ച് അരവിന്ദ് കേജ്രിവാൾ പറയുന്ന മനോഹരമായ സ്വപ്നം, സാധാരണക്കാരൻ ഇന്ത്യയെ, അവന്റെ മനോഹരമായ ഭരണഘടനയുടെ സമ്പന്ന സംസ്കാരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിരത്തിലിറങ്ങിയിട്ട്. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. ആദ്യത്തെ ഉത്തരം ഞങ്ങളെ വിമർശിക്കുന്നവരുടെ ചോദ്യം, ഡൽഹി കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ പോരാടി വന്നവരാണ് ആം ആദ്മിക്കാർ. കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ ഷീലാ ദീക്ഷിത്തിനെതിരെ പോരാടി വന്ന ആം ആദ്മിക്കാർ ഇപ്പോഴെങ്ങനെയാണ് കോൺഗ്രസുമായി സന്ധി ചെയ്യുന്നത്? CPMന്റെ രാഷ്ട്രീയമായും ഭരണപരമായും വിമർശിക്കുന്ന CPMനെ വിമർശിക്കുന്ന നാളുകളിൽ ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് CPMമായി കടന്നുകൂടുന്നത്? എങ്ങനെയാണ് CPMന്റെ നേതാക്കന്മാരെ ഈ വേദിയിൽ വിളിച്ചിരുത്തി സംസാരിക്കുന്നത്? എങ്ങനെയാണ് CPIക്കാരൻ ഈ സമ്മേളനവുമായി യോജിച്ചു പോകുന്നത് എന്ന് പറയുന്ന ഒരു ആക്ഷേപം ആം ആദ്മിക്കാർക്ക് മേലെ ചൊരിയുന്നുണ്ട്. അതിന്റെ ഉത്തരം എന്റെ പ്രിയപ്പെട്ട സ്നേഹിത സഹോദര സംഘപരിവാറുകാരാ BJPക്കാരാ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഇവിടുത്തെ സംഘപരിവാറുകാരൻ BJPക്കാരൻ മനസ്സിലാക്കണം. BJPയുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത് സംസ്കാര സമ്പന്നമായ ഹിന്ദുത്വമല്ല. അത് സവർണ മേധാവിത്വമാണ്. അത് സവർണ ഹിന്ദുത്വമാണ്. പ്രാർത്ഥിക്കാൻ പോകുന്ന ഹൃദയഭേദകമായ രംഗം ബൈബിളിൽ പറയുന്നുണ്ട്. ഗെത്സെമനി പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിലൂടെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞു വെച്ചത്, ഞാൻ പ്രാർത്ഥിക്കുമ്പോ, ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോ എന്റെ പ്രിയ ശിഷ്യന്മാരെ, എനിക്ക് വേണ്ടി നിങ്ങൾ ഉണർന്നിരിക്കുവീൻ എന്ന് പറയുന്ന ഒരു രംഗം, ഹൃദയഭേദകമായ രംഗം ബൈബിളിൽ കാണാം. 1 മണിക്കൂർ ക്രിസ്തു പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോ ശിമയോൻ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ആദ്യ ശിഷ്യൻ പത്രോസ് ഉറങ്ങുന്നത് കണ്ടപ്പോ അദ്ദേഹത്തോട് ക്രിസ്തു തിരിച്ചു ചോദ്യം, 1 മണിക്കൂർ പോലും നിനക്ക് എനിക്ക് വേണ്ടി ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് പറയുന്ന ക്രിസ്തുവിനെ കാണുന്നുണ്ട്. അതിനുശേഷം യൂദാസ് വന്ന് കെട്ടിപ്പിടിക്കുന്നതും ഒറ്റിക്കൊടുക്കുന്നതും ചെവി വെട്ടിക്കളയുന്നതും പ്രത്തോറിയത്തിൽ കൊണ്ടുപോയി പിന്നെ വിചാരണ ചെയ്യുന്നതും കാൽവരിയിൽ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതും. പക്ഷെ ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. 1 മണിക്കൂർ പ്രിയപ്പെട്ട ശിഷ്യ, നിനക്ക് എനിക്ക് വേണ്ടി ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നീതിമായ ഒരു മനുഷ്യൻ ജയിലിൽ, തിഹാർ ജയിലിന്റെ നമ്പർ 13-ൽ ക്രിസ്തുവിനെ പോലെ ക്രൂശിക്കപ്പെട്ട് കിടപ്പുണ്ട്. ആ മനുഷ്യൻ എന്നോടും നിന്നോടും ഈ രാജ്യത്തെ മതേതരവാദികളോടും ജനാധിപത്യം പുനഃസ്ഥാപിക്കണം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന സകല മനുഷ്യരോടും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാൻ ഇവിടെ ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോ എനിക്ക് വേണ്ടി 1 മണിക്കൂറല്ല 1000 ദിവസങ്ങൾ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറയുന്ന ആ വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള യാത്രകൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തീരുകയല്ല. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല, മറിച്ച് ഈ മനുഷ്യൻ ഹിന്ദുവും മുസൽമാനും മനോഹരമായി ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ ഡോക്ടർ സുനിൽ കിഹാനി എന്ന് പറയുന്ന മനുഷ്യൻ അതിമനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ആശയമാണ്. ആ ആശയം എന്ന് പറയുന്നത്, നമുക്കറിയാം, ക്രിസ്ത്യാനി സ്ത്രീകൾ മുണ്ട് ചൊറിഞ്ഞു കൊടുക്കും ഈ മാർഗംകളി സമയത്ത്. അറിയാമായിരിക്കും പലർക്കും. എന്റെ അമ്മച്ചിയൊക്കെ മുണ്ട് ചൊറിയുന്നത് കാണാൻ വലിയ ഭംഗിയായിരുന്നു. നീളമുള്ള മുണ്ട്, സാധാരണ മുണ്ടല്ല അവർ കൊടുക്കുന്നത്, വലിയ നീളമുള്ള മുണ്ടാണ്. അത് ഞൊറിഞ്ഞെടുക്കുന്നത് തന്നെ സമയമുണ്ട്, ഒരുപാട് സമയമെടുത്താണ് ഞൊറിഞ്ഞു കൊടുക്കുക. ഞൊറി കാണാൻ, ആ ഞൊറി ഇങ്ങനെ ഇട്ട് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പെൺകുട്ടികളൊക്കെ മാർഗംകളി നടത്തുമ്പോൾ നമ്മൾ കാണാറുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ഞൊറിഞ്ഞിട്ടിരിക്കുന്ന മനോഹരമായ ജ്യോതി പോലെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം. ആ ഞൊറികൾക്കിടയിൽ വലിയ ആശയങ്ങളുണ്ട്. ആ ഞൊറികൾക്കിടയിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആശയമുണ്ട്. അവിടെ സിഖുകാരനുണ്ട്, ജൈനനുണ്ട്, പാഴ്സിയുണ്ട്, മുസ്ലിമുണ്ട്, ഹിന്ദുവുണ്ട്, മുസൽമാൻ, ക്രിസ്ത്യാനിയുണ്ട്, വിശ്വാസിയും അവിശ്വാസിയും നിരീശ്വരവാദിയുമുണ്ട്. അവിടെ രാജ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന സമരനായകന്മാരുടെ പോരാട്ടമുണ്ട്, നിയമനിർമ്മാണങ്ങളുണ്ട്, സംസ്കാരങ്ങളുണ്ട്, വലിയ പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്, ഒരുപാട് പേരുടെ ചോരയും ആത്മബലിയുമുണ്ട്. ഈ പറയുന്ന ഈ മനോഹരമായ ദൗത്യത്തിൽ അതിനെ നശിപ്പിക്കാൻ നമ്മൾ വിട്ടുകൊടുത്തുകൂടാ. ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ ഈ കണ്ണൂരിന്റെ മണ്ണിൽ ഇവിടെ വന്ന് നിന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായും വെല്ലുവിളിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മുമ്പേ കടന്നുപോയ ഒരുപാട് തലമുറയിൽപ്പെട്ട മനുഷ്യർ ഇതുപോലെ സമരം ചെയ്തുകൊണ്ടും ഇതുപോലെ പോരാടിയതുകൊണ്ടും ഇതുപോലെ സംസാരിച്ചതുകൊണ്ടും ഇതുപോലെ വിമർശിച്ചുകൊണ്ടുമാണ്. ഈ സൗഭാഗ്യം, ഈ പറയുന്ന വലിയ ഉത്തരവാദിത്വം വരും തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുവാൻ, ഒരു ബാറ്റൻ പോലെ വിട്ടുകൊടുക്കുവാൻ നമ്മൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അതിനുവേണ്ടിയുള്ള സമരമാണ്. അല്ലാതെ 2024 അധികാരത്തിൽ വന്ന് ഏതെങ്കിലുമൊക്കെ പോർട്ട്ഫോളിയോ പിടിച്ച് കുറച്ച് പണമുണ്ടാക്കാൻ
ഉണ്ടാക്കി മന്ത്രിമാരായി തിളങ്ങാനുള്ള പോരാട്ടമല്ല ആം ആദ്മിക്കാരൻ മുമ്പോട്ട് വെക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് 2024 ശേഷം 2050-ലും 2060-ലും 2070-ലും 3000-ലും ഒക്കെ ഈ രാജ്യത്തൊരു ഭരണഘടന ഉണ്ടാവണം. ഈ രാജ്യത്ത് വരാൻ പോകുന്ന ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും പാഴ്സിയും ഒക്കെയുള്ള മനുഷ്യർക്ക് തമ്മിൽ സ്നേഹിക്കാൻ കഴിയണം. നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ഭക്ഷണത്തിന്റെ പേരിൽ നീ ഇന്ന ഭക്ഷണം കഴിക്കുന്നവനാണെങ്കിൽ അവനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുക, നീ വസ്ത്രം ധരിക്കുന്നവനാണെങ്കിൽ നിന്റെ വസ്ത്രധാരണം ഇങ്ങനെയാണെങ്കിൽ നീ രാജ്യം വിട്ടു പോകാൻ പറയുക, നിന്റെ നെറ്റിയിൽ നിസ്കാരത്തിന് തഴമ്പുണ്ടെങ്കിൽ നീ രാജ്യദ്രോഹിയാണെന്ന് പറയുക. അതുകൊണ്ട് അത്തരത്തിൽ ഈ രാജ്യത്തെ നശിപ്പിക്കുന്നവരെ അവർ മുമ്പോട്ട് വെക്കുന്ന വികസനത്തിന്റെ വലിയ പന്ഥാവുകളുണ്ട്. 307 ആർട്ടിക്കിൾ റദ്ദ് ചെയ്തപ്പോ കാശ്മീരിൽ പോയി ഒരു പറയുന്ന ഏറ്റവും മനോഹരമായ കാര്യമല്ലേ, 307 ആർട്ടിക്കിൾ റദ്ദ് ചെയ്തുകൊണ്ട് കാശ്മീരിൽ പോയി 5 സെന്റ് വസ്തു വാങ്ങാം. എന്റെ ഒരു അടുത്ത സ്നേഹിതൻ സംഘപരിവാറുകാരൻ പൊട്ടം പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നരേന്ദ്രമോദി വന്നതുകൊണ്ട് കാശ്മീരിൽ പോയി 5 സെന്റ് വസ്തു വാങ്ങാം. എന്റെ പ്രിയപ്പെട്ട പൊട്ടൻ സംഘപരിവാറുകാർ, നിനക്ക് ഈ വസ്തു ഇവിടെ വാങ്ങിയ പോരെ, നീ എന്തിനാ അങ്ങോട്ട് പോയി വാങ്ങുന്നത്? ഇത്ര കഷ്ടപ്പെട്ട് വസ്തു വാങ്ങാൻ വേണ്ടിയാണോ ഈ പറയുന്ന സംവിധാനം ഉണ്ടാക്കിയത്? അതുകൊണ്ട് ഇവരിത് പറയും, എന്താണ്, ഞങ്ങൾ ജമ്മു കാശ്മീരിന് പദവി കൊടുത്തു, ഞങ്ങൾ രാജ്യത്ത് അക്കൂസ് വെച്ച് കൊടുത്തു, ഞങ്ങൾ ഗ്യാസ്. അത് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ ഇന്നലെ കൊല്ലത്തും നിങ്ങളോട് യാത്ര വെച്ച് പോയപ്പോൾ ആദ്യം കണ്ട മനോഹരമായ ഫ്ലെക്സ് എന്ന് പറയുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ വലിയ ഫ്ലെക്സ് എഴുതി വെച്ചിരിക്കുന്നു, മോദിയുടെ മിനിസ്ട്രിയിലെ വനിതാ മന്ത്രി ശോഭാ സുരേന്ദ്രൻ. ഈ ശോഭാ സുരേന്ദ്രൻ രംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുടെ ഒരു സൈക്കിളിൽ ഒരു ഗ്യാസ് കുറ്റി കെട്ടിവെച്ചുകൊണ്ട് നടന്നു പോകുന്നു, ഗ്യാസ് സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പോകുന്ന രംഗമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ശോഭാ സുരേന്ദ്രനെ സ്നേഹിക്കുന്ന സംഘപരിവാറുകാരാ, നീ അധികാരത്തിൽ വരുമ്പോൾ ഗ്യാസിന് 410 രൂപയായിരുന്നെങ്കിൽ ഇന്ന് 1260 രൂപയാണ്. നീ എന്ത് സാധനം വെച്ചാണ് നീ പാചകം ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് ഗ്യാസ് നീ സ്വന്തമായി നിർമ്മിക്കുന്ന ഗ്യാസ് ഉപയോഗിച്ചാണോ എന്നും എനിക്കറിയത്തില്ല. നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന മന്ത്രിമാരുടെ വിളയാട്ടമല്ലേ. തിരുവനന്തപുരത്ത് പോയ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വലിയ മന്ത്രി ടെക്നിക്കൽ മന്ത്രിയാകാൻ പോകുന്നു. അത് കഴിഞ്ഞ് നമ്മള് തൃശ്ശൂർ വന്ന സുരേഷ് ഗോപി മന്ത്രിയായി കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഞാൻ മന്ത്രിയായി തീർന്നതാണ്, കുപ്പായം തയ്പ്പിച്ചിട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ കൊല്ലത്തൊരു നേതാവുണ്ട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന അദ്ദേഹം മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇന്നലെ നോക്കിയപ്പോൾ പുതിയ ജിമ്പായിട്ട് പുള്ളി മന്ത്രിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ പറയുന്ന മന്ത്രിമാർ 20 ലോക്സഭ